നീലാകാശത്തിന് കീഴിൽ സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഏതു കോണിലെയും ഏതൊരു പ്രദേശത്തിനും ഒരു കഥ പറയാനുണ്ടാകും. ചില പ്രദേശങ്ങളും സംസ്കാരങ്ങളും വ്യത്യാസപ്പെട്ടു കിടക്കുന്നു. ഭൂമിയിൽ രാജാക്കന്മാരും പ്രജകളും സംസ്കൃതിയും സംസ്കാരവും മാറി വന്നിട്ടുണ്ടെങ്കിലും ചരിത്ര സ്മാരകങ്ങളും ശേഷിപ്പുകളും മായാതെ നിൽക്കുന്ന കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിന് ചാര നിൽക്കുന്ന മണത്തണ എന്ന പ്രദേശത്തിൻ്റെ അഭൗമ ചരിത്ര സ്മാരക സൗന്ദര്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. മണത്തണ എന്ന പ്രദേശത്തിൻ്റെ നാമകരണത്തെപ്പറ്റി ഭിന്ന അഭിപ്രായമുണ്ട്. ഒന്ന്, മണ എന്നാൽ കല്ലുകളാൽ മൂടപ്പെട്ടത് എന്നും തണ എന്നാൽ പ്രാകൃത പ്രദേശം എന്നുമാണ് അർത്ഥം. മണത്തണ എന്ന പ്രദേശം ആ പ്രദേശത്ത് മണല്, കണ എന്നിവ ചേർന്നിട്ടുള്ള ഒരു പദമായിരിക്കാം മണത്തണ. മണല് ഉയർന്ന കിടക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലായിരിക്കണം അങ്ങനെ ഒന്ന് വന്നത്. പിന്നെ മനസ്താപമില്ലാത്ത ഭൂമി എന്ന നിലയിലും മണത്തണ എന്ന പേര് പ്രസക്തമാണ്. മനസ്സിൻ്റെ മനസ്താപം, മനസ്സിൻ്റെ ദുഃഖമില്ലാത്ത അവസ്ഥ മനസ്സിന്. ചരിത്രത്തിൽ ഇടം നേടിയ എന്തെങ്കിലും യുദ്ധങ്ങളോ പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു യുദ്ധം മണത്തണ വെച്ച് നടന്നിട്ടുണ്ട്. തച്ചോളി അമ്പാടി എന്ന ആള് പുലിയങ്കം വെട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. തച്ചോളി ഉദയനൻ്റെ കാലത്തുണ്ടായിരുന്ന പൗരാണികമായ സ്വർണ്ണപാത്രങ്ങളും ചപ്പാലത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തച്ചോളി ഉദയൻ 12-ാം നൂറ്റാണ്ടിൽ തച്ചോളി ഉദയനുമായിട്ട് ഈ മണത്തിൽ ബന്ധമുണ്ടായിരുന്നു അറിയാം. അതായത് കല്ലുകളാൽ മൂടപ്പെട്ട പ്രദേശം എന്നാണ് അർത്ഥം. രണ്ടാമതായി, മനസ്താപമകറ്റുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ മണത്തണ എന്നും മറ്റു പല വിധത്തിലും കേൾക്കുന്നു. മണത്തണയിലെ ക്ഷേത്രങ്ങളും ഭവനങ്ങളും കുളങ്ങളും ഇടവഴികളുമൊക്കെ നിരീക്ഷിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങളുടെയും കോട്ടകളുടെയും ഭവനങ്ങളുടെയും തിരുശേഷിപ്പുകൾ ഈ പ്രദേശത്തും സമീപ പ്രദേശത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിൽ ഇത്രയധികം ക്ഷേത്രങ്ങളാലും കാവുകളാലും ചുറ്റപ്പെട്ട പ്രദേശം 3 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ 40ഓളം ക്ഷേത്രങ്ങളാലും കാവുകളാലും പ്രകൃതി രമണീയമായ ഈ പ്രദേശം ദക്ഷിണ കാശി എന്ന് പുകൾപ്പെട്ട കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലോകം സംസ്കാരത്തെയും പൈതൃകത്തെയും മറന്നുകൊണ്ട് അതിവേഗത്തിൽ കുതിക്കുമ്പോൾ തങ്ങളുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കൈവിടാതെ അതിവേഗത്തിൽ ആധുനികതയിലേക്ക് കാലൂന്നുവാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്കാകുന്നു. മണത്തണയുടെ പ്രാചീന ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വടക്കേ മലബാർ ജഡ്ജായിരുന്ന സർ വില്യം ലോഗൻ 1887 രചിച്ച മലബാർ മാനുവൽ, അതുപോലെ തന്നെ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചെയ്യി ചരിതം, കേരള മഹാത്മ്യം, പഴശ്ശിക്കത്തുകൾ എന്നീ ചരിത്ര ഗ്രന്ഥങ്ങളിൽ മണത്തണയെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. മണത്തണയിൽ ഇന്ന് ചരിത്ര ഗവേഷകരിൽ പ്രമുഖനായ എക്സൈസ് പപ്പേട്ടൻ എന്ന പത്മനാഭൻ നായരുടെ വാക്കുകളിലേക്ക്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതല്ല പഞ്ചായത്തിൻ്റെ പേര് ദേശവിദ്യയില്ല മണത്തണ വാർഡുകൾ എത്ര വാർഡ് ഇപ്പം 3 ഒരു അതിരെഴുതുകയെന്ന് വെച്ചാൽ പ്രദേശത്തിൻ്റെ 4 അതിര് നമ്മൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരു രേഖയിലേക്ക് നമ്മൾ എഴുതുമ്പോൾ അതിന് ആദ്യമായിട്ട് അതിൽ എഴുതുക എപ്പോഴും വടക്കായിരിക്കും തുടങ്ങുന്നത്. തൽക്കാലം പടിഞ്ഞാറ് എഴുതിപ്പോൾ കാഞ്ഞിരപ്പുഴ. അത് പഴയ അതിരുകൾ എന്തെല്ലാമെന്ന് പറയാം. മണത്തണയെ പറ്റിയിട്ട് ഈ പൂർവികമായിട്ട് പറയുന്ന സമയത്ത് പറയേണ്ട അതിൽ കിഴക്ക് വീരഞ്ചിറക്കൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ചരിത്രമുറങ്ങുന്ന ഈ പുണ്യനാട് ഇന്ന് വികസനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പാതയിലാണ്. ലോകം മുഴുവൻ ഇനിയും ഈ പ്രദേശത്തിൻ്റെ കീർത്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കട്ടെ.